ഇനി നമുക്ക് 2 ഇറാനിയൻ ഫിലിംസ് നോക്കാം. അത് ഇപ്രാവശ്യം ഒരു 4 ഇറാനിയൻ ഫിലിംസ് മറ്റും ഉണ്ട്. അതെല്ലാം നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ 2 എണ്ണം എന്തായാലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തേന്ന് പറഞ്ഞാൽ മൈ ഫേവറിറ്റ് കേക്ക്. ഈ മൈ ഫേവറിറ്റ് കേക്ക് എന്ന് പറഞ്ഞ സിനിമ നമ്മൾ മറ്റു പല സിനിമകളിലും ഈ തീം ഞാൻ കണ്ടിട്ടുണ്ട്. ഇൻ്റർനാഷണൽ ഫിലിംസിലും കണ്ടിട്ടുണ്ട്, ഇന്ത്യൻ ഫിലിംസിലും കണ്ടിട്ടുണ്ട്. എന്തായാലും ഇത് എത്രയൊക്കെ പറഞ്ഞാലും ഇത്തരം തീമുകൾ നമുക്ക് പിന്നെയും പിന്നെയും കാണുമ്പോൾ വളരെയധികം നമ്മളെ ഇമോഷണൽ ആക്കുന്ന തീമുകളാണ്. അതേപോലെ തന്നെയാണ് ഈ സിനിമ. ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു വളരെ ഓൾഡ് ഏജിലുള്ള ഒരു വുമൻ. ഇപ്പോൾ അവർക്ക് ഫാമിലിയൊക്കെ ഉണ്ട്. അവർ ഹസ്ബൻഡ് മരിച്ചുപോയി, പക്ഷെ അവർക്ക് മകളുണ്ട്. അപ്പം മകളായിട്ട് എപ്പോഴും കോൺവെർസേഷൻ, വീഡിയോ കോൾ എല്ലാം ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഉള്ള മനുഷ്യരൊക്കെ എന്ന് പറയുന്നത് ബേസിക്കലി ഇവരെല്ലാം ലോൺലിയാണ് ജീവിതത്തിൽ. ഇതിങ്ങനത്തെ ഒരു ചെറിയൊരു വീഡിയോ കോൾ കൊണ്ടൊന്നും നമ്മുടെ ലോൺലെസ് പോകുന്നില്ല. അവർ തനിച്ചാണ് താമസിക്കുന്നത്. ഒരു വലിയ വീട്ടിൽ അവർ തനിച്ചാണ്. അപ്പോൾ അവരുടെ ഫ്രണ്ട്സിൻ്റെ ആയിട്ടുള്ള മീറ്റപ്പൊക്കെ, അവരുടെ ഏജ്, അവരുടെ പിയേഴ്സ് ആയിട്ടുള്ള മീറ്റപ്പൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പലരും പല അവരുടെ ലൈഫ് എക്സ്പീരിയൻസുകളൊക്കെ എങ്ങനെയാണ് അവർ ഓൾഡ് ഏജിൽ ഈ ബോർഡമൊക്കെ അവരെങ്ങനെയാണ് മാറ്റുന്നത്, അങ്ങനെയൊക്കെ ഒരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ അവർക്കൊരു ഐഡിയ അങ്ങനെ കിട്ടും അതിൽ നിന്ന്, ഈ കോൺവെർസേഷനിൽ നിന്ന്. അങ്ങനെ ഒരു ഒരു സ്ട്രേഞ്ചർ ഒരു ഒരു മനഃപൂർവ്വം ഡെലിബറേറ്റ്ലി ഈ ഒരു അവരെ ലോൺലെസ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു നൈറ്റ് ഒരാളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതാണ്, ഇൻവൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരുമിച്ച് വന്ന് ഒരു നൈറ്റ് ഏറ്റവും സന്തോഷകരമായിട്ട് സ്പെൻഡ് ചെയ്യുകയും ഇയാളുമായിട്ട് പഴയ, അതായത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ അഭിനയിക്കുന്ന നടി നമുക്ക് ഭയങ്കര ഒരു ഇമ്പ്രഷൻ തോന്നും. അവർ ഭയങ്കര ഒരു ഹാപ്പി സോള് പോലെയാണ്. ഈ ഒരൊറ്റ നൈറ്റാണ് സിനിമ എന്ന് പറയുന്നത് മെയിൻ. അപ്പോൾ ഈ ഭയങ്കര ഹാപ്പി സോളായിട്ടാണ് അവർ ഈ സിനിമയിൽ വരുന്നത്. ആ ഒരു സമയം ഇയാളുമായിട്ട് ഇസ്മയിൽ എന്ന് പറയുന്നത് ഒരു ടാക്സി ഡ്രൈവറാണ്. അപ്പോൾ അയാൾ ശരിക്കും പറഞ്ഞ 2 സ്ട്രേഞ്ചേഴ്സാണ്. അവരിങ്ങനെ ഈ വീട്ടിൽ വന്നൊരു നൈറ്റ് സ്പെൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഫീലും ഒരുപാട് കാലത്തിന് ശേഷം അവർ ഭയങ്കര ഒരു സന്തോഷം അനുഭവിക്കുന്നതൊക്കെ അതിലെ ഷോട്ടുകൾ ശരിക്കും നമ്മൾ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആകും. നമുക്ക് ഭയങ്കര ഒരു സിനിമ കണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ഉള്ളിൽ നിന്ന് അവരോടൊരു ഭയങ്കര ഒരു അടുപ്പൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ളൊരു സിനിമയാണ് മൈ ഫേവറിറ്റ് കേക്ക്. ഒരു ചെറിയൊരു സിനിമയാണ്, ചെറിയൊരു തീമാണ്. പക്ഷേ ഇതിലൊരു വളരെ പ്രോഗ്രസീവായിട്ടൊരു എലമെൻ്റ് ഉണ്ട്. കാരണം ഇതൊരു ഇറാനിയൻ സിനിമയാണെന്ന് ആലോചിക്കണം. അപ്പോൾ ഇതിലുള്ള ആളുകളൊക്കെ വളരെ, ഇപ്പോൾ ഈ ആക്ട്രസ് ആണെങ്കിലും വളരെ പ്രോഗ്രസീവായിട്ട് ഉള്ള ഒരു അപ്പിയറൻസിലാണ് സിനിമയിൽ വരുന്നത്. ഇതും ഒരു പ്രോഗ്രസീവ് ഐഡിയയാണ്. ഇങ്ങനത്തെ ഒരു സംഭവം, ഇതുപോലൊരു റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ള ഒരു കൺട്രിയിലിരുന്നിട്ട് ഇതുപോലൊരു സംഭവം, ഒരു തീം കാണിക്കുക എന്ന് പറയുന്നത്. സാധാരണ ഇറാനിയൻ ഫിലിംസിൽ ഇതുപോലെ നല്ലൊരു പ്രോഗ്രസീവായിട്ടുള്ള തീമുകൾ സിനിമയിൽ എന്തായാലും വരാറുണ്ട്. പക്ഷേ ഇത് കുറച്ചും കൂടി ഒരു അപ്പീലിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ ഒരു ലേഡി ആണ് അതിന് ലീഡ് എടുത്തിട്ട് ഇങ്ങനെ സീക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അത് സിനിമ വളരെ ഇമ്പ്രസീവായിരുന്നു. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് പഴയൊരു ഇറാനിയൻ ആക്ട്രസ്സാണ്, മറിയം മക്തം. അവരിങ്ങനെ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്, ഡയറക്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ സ്ക്രീൻ പ്ലേ ചെയ്യുന്നു. അങ്ങനെ ഒരു കപ്പിളാണ് ഇവർ, അതായത് സിനിമകളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇതിൽ വളരെ നല്ല രീതിയിലാട്ടോ ഈ തീം അവർ വളരെ ഇൻസൈറ്റ്ഫുള്ളായിട്ടാണ് ഈ തീം ഡീൽ ചെയ്തിരിക്കുന്നത്. പിന്നെ അഭിനയിച്ചിരിക്കുന്ന ലിലി എന്ന് പറഞ്ഞ ഒരു ആക്ട്രസ്സാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നവരോട്. എനിക്ക് ഈ ആക്ട്രസിനെ കണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു സന്തോഷമായിരുന്നു. നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും സെയിം ഫീലിംഗ് തന്നെ വരാമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി അടുത്ത നെക്സ്റ്റ് ഇറാനിയൻ സിനിമ എന്ന് പറയുന്നത് മീ, മറിയം, ദി ചിൽഡ്രൻ ആൻഡ് 26 others എന്നുള്ളൊരു സിനിമയാണ്. അപ്പോൾ പേരൊക്കെ കേൾക്കുമ്പോൾ സിനിമയായിട്ട് ഒരു ബന്ധം, എന്താണ് ഈ സിനിമയുടെ പേര്, സിനിമയായിട്ടുള്ള ബന്ധം എന്നൊക്കെ നമുക്കൊരു സംശയം തോന്നുന്നൊരു സിനിമയാണ്. പക്ഷേ തുടക്കത്തിൽ ഈ സിനിമ എനിക്ക് എന്നെ അത്ര അങ്ങോട്ട് ഇമ്പ്രസ് ചെയ്തില്ല കേട്ടോ. പിന്നെ കുറച്ചും കൂടെ പോയപ്പോൾ സിനിമ വളരെ എൻഗേജിങ് ആയി. എൻ്റെ വരെ വളരെ നല്ല രീതിയിൽ പോയിട്ടുണ്ട് സിനിമ. ഒരു പോസ്റ്റ് മോഡേൺ സിനിമയാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ സിനിമ എടുത്തിരിക്കുന്നത് ഫർഷ ഹഷ്മി എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറാണ്. മൂപ്പർ തന്നെയാണ് സെൻട്രൽ ക്യാരക്ടറായിട്ടുള്ള ഒരു ഡയറക്ടർ റോളിൽ തന്നെ അഭിനയിക്കുന്നത്. പിന്നെ ഇതിൽ നായിക എന്ന് പറയാൻ പറ്റില്ല. ഇതിൽ വേറൊരു മെയിൻ ലീഡായിട്ട് വരുന്ന ആക്ട്രസ് എന്ന് പറയുന്നത് മെഹബൂബ് ഗുലാമി എന്ന് പറഞ്ഞൊരു ആക്ട്രസ്സാണ്. ഇവർ രണ്ടുപേരുടെ ഒരു പ്രത്യേകത എന്താ പറയുക സിനിമയിൽ, ഇതിന് ഈ ഹഷ്മിനെ എന്ന് പറഞ്ഞാൽ കാണാൻ ഭയങ്കര രസമാണ്. അതായത് ഈ ഒരു വളരെ ക്യാമറ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഫേസും വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു ആക്ടിങ്ങുമാണ് ഈ സിനിമയിലുള്ള. നമുക്കിങ്ങനെ
ഒറിജിനലായിട്ട് തോന്നുന്നു. ഒരു ഡയറക്ടർ എങ്ങനെ ഡീൽ ചെയ്യുന്നു ഈ എസ്പെഷ്യലി ഈ സിനിമയുടെ തീം എന്ന് പറഞ്ഞത് ഒരു സിനിമ നമ്മൾ ഷൂട്ട് ചെയ്യാനായിട്ട് വീടുകൾ ഹയർ ചെയ്യുമല്ലോ, അതുപോലൊരു വീട് ഹയർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഓണറായിട്ടാണ് നമ്മുടെ മെഹബൂബ് വരുന്നത്. അപ്പോൾ ഡയറക്ടർ ഹാഷ്മി. അപ്പോൾ ഇവർ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വളരെ നേക ചെയ്യുന്ന വീടിൻ്റെ വൃത്തിയും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആവുമല്ലോ ഈ സിനിമയൊക്കെ എടുക്കുമ്പോൾ, ഷൂട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഓരോ കാര്യത്തിലും ഇൻ്റർഫിയർ ചെയ്ത് നാഗ് ചെയ്യുന്നൊരു ഒരു ഹൗസ് ഓണർ പോലെയാണ് ഇതിലെ ക്യാരക്ടർ ആയിട്ടുള്ള മെഹബൂബ് എന്ന് പറഞ്ഞ ക്യാരക്ടർ നിൽക്കുന്നത്. അപ്പോൾ അതിനെയൊക്കെ ഇങ്ങനെ ഡീൽ ചെയ്യുന്നൊരു ഇതുണ്ട്. ആസ് എ ഡയറക്ടർ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് ഭയങ്കര പ്ലീസിങ് ആയിട്ടാണ് ഓരോ പ്രശ്നത്തെയും ഈ ഹഷ്മി പറഞ്ഞ ഡയറക്ടർ അഡ്രസ്സ് ചെയ്യുന്നത്. ഭയങ്കര രസമായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഇതിൻ്റെ ഒരു പർട്ടിക്കുലർ ഒരു തീം എന്ന് പറയുന്നത് ഇവർ വളരെ സോഷ്യലി വിട്ടോണായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. സോഷ്യലി വിട്ടോണായിട്ട് ജീവിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു ആൾക്കൂട്ടം വീട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കരമായിട്ട് ഇൻ്റർഫിയർ ചെയ്യുന്നതൊക്കെ ചെയ്യുന്ന ഒരു മെഹബൂബ് എന്ന് പറഞ്ഞ ഈ ക്യാരക്ടർ ഈ ഷൂട്ടിങ് എൻഡ് ആകുമ്പോഴേക്കും ഭയങ്കര ട്രാൻസ്ഫർമേഷൻ വരുന്ന ഒരാളായിട്ട് മാറാണ്. ഒരു സോഷ്യലി ലോകത്ത് പിന്നെയും നല്ല ആളുകളൊക്കെ ഉണ്ട്. സോഷ്യലി ഇനി സൊസൈറ്റിയിലേക്ക് ഇറങ്ങണം, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ആനിമലായിട്ട് ഇതിനെ തുടർന്ന് ജീവിക്കാനായിട്ട് അവരെ എക്വിപ്പ് ചെയ്യുന്ന ഒരു സംഭവമായിട്ട് ഈ ഷൂട്ടിങ്ങും ഇവിടെ വന്ന ആളുകളെല്ലാവരും മാറാണ്. അവർ തമ്മിലൊരു കെമിസ്ട്രി ബോണ്ട് ചെയ്യുന്നു. കംപ്ലീറ്റ് ക്രൂ, ആക്ടേഴ്സ് എല്ലാവരുമായിട്ടൊരു കെമിസ്ട്രി ബോണ്ട് ചെയ്യുന്നു. ആ ഒരു ബോണ്ടിങ് ഇവരെങ്ങനെ മാറ്റുന്നു എന്നുള്ളതാണ് സിനിമ. ഒരു പോസ്റ്റ് മോഡേൺ സിനിമയാണ്. ഭയങ്കര രസമായിട്ടാണ് സിനിമ കുറച്ച് കഴിയുമ്പോൾ പോകുന്നത്. പ്രത്യേകിച്ച് ഇത് മാത്രമാണ് സിനിമയുടെ തീം. വേറെ ഇനി പിന്നെ പുറത്തും അകത്തൊന്നും ഇതിൽ തീമുകളില്ല. അപ്പോൾ അങ്ങനൊരു സിനിമ എൻഗേജിങ് ആയിട്ട് അല്ലെങ്കിൽ ഇത്രയൊരു മീനിങ് ഫുള്ളായിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ ശരിക്കും ഒരു ഡയറക്ടേഴ്സ് ക്രാഫ്റ്റ്, അതുപോലെ തന്നെ വളരെ ഒറിജിനലായിട്ട് അഭിനയിക്കുന്ന, വളരെ നാച്ചുറലായിട്ട് അഭിനയിക്കുന്ന ആക്ടേഴ്സും ഒക്കെ മിക്സ് ചെയ്യുമ്പോൾ എങ്ങനെ ഒരു നല്ല ക്രിയേഷൻ ഉണ്ടാവും, അങ്ങനെ അതിൻ്റെ ഒരു റിഫ്ലക്ഷനായിട്ടാണ് ഈ മീ മറിയം ദി ചിൽഡ്രൻ ആൻഡ് 26 others എന്ന് പറഞ്ഞ സിനിമ എനിക്ക് ഫീൽ ചെയ്തത്. നല്ല സിനിമയാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ കണ്ടു നോക്കും.